എല്ലാവർക്കും മെസ്സ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എഗെയിൻ ഞങ്ങളൊരു മൺസൂൺ റൈഡാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ റൈഡിംഗ് ക്ലബിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു റൈഡിംഗ് ആണ്. ഈ ഒരു റൈഡിങ്ങിൽ ഒരു ഹ്യൂജ് ടീം തന്നെയുണ്ട് കേട്ടോ. ഞങ്ങൾ 60 പേരുണ്ട്, 50 ബൈക്കുകളിലായിട്ട്. ഭയങ്കര മാജിക്കൽ വ്യൂസ് നമുക്ക് ലഭിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. കാൽവരി മൗണ്ട് ഇടുക്കി, അങ്ങോട്ടാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അവിടെ നിന്നുള്ള ഇടുക്കി ഡാമിൻ്റെ വ്യൂ ഭയങ്കര രസമാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ക്ലൈമറ്റും അടിപൊളിയാണ്. ഇത് ഞങ്ങളുടെ യാത്രയിലെ ആദ്യത്തെ വ്യൂ പോയിൻ്റ് ആണ്. ഇത് ഇടുക്കി ഡാമിൻ്റെ ഒരു പാർട്ടാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു പാർക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി, ഇത് കണ്ടോ, ഇതൊരു ടീ ഷോപ്പാണ്. ഇവിടെ നിന്ന് ചായ വേണ്ടവർ ചായയൊക്കെ കുടിച്ചു. പിന്നെ ഈ പാർക്കിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ പോയത് നല്ലൊരു മഴയുള്ള സമയത്തായിരുന്നു. ഇവിടെ ഈ ഒരു പാർക്കിൽ ഒരു ലേക്കൊക്കെ ഉണ്ട്. അവിടെ വാട്ടർ റൈഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് മഴയായതുകൊണ്ട് അതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല, അതെല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. നിങ്ങൾ മഴയില്ലാത്തൊരു സമയത്താണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് ഞങ്ങളുടെ ലഞ്ച് ടൈമാണ് കേട്ടോ. ഉച്ച സമയമൊക്കെ ആയപ്പം ഈ ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ വണ്ടി നിർത്തിയത്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചത്. അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു ഇവിടുത്തേത്. ഞങ്ങൾ എന്താ കഴിച്ചതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു മീൽസ് ആയിരുന്നു ഞങ്ങൾ കഴിച്ചത്. ഓരോരുത്തരും ഓരോ ടൈപ്പ് ഫുഡുകളാണ് കഴിച്ചത്. ഏതായാലും ഞങ്ങൾ കഴിച്ചത് ഇങ്ങനെയൊരു ഫിഷ് കറി മീൽസ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിൻ്റായ കാൽവരി മൗണ്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ് കേട്ടോ ഇവിടെ. കോട വന്ന് മൂടിയിട്ട് റിസോർട്ട് കാണാൻ തന്നെ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള ഒരു ക്ലൈമറ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ആക്ച്വലി ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മളൊരു ട്രിപ്പിനൊക്കെ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിൽ നിന്നെല്ലാം മാറി നല്ല തണുപ്പും മഞ്ഞും ഒക്കെ ആസ്വദിക്കാനാണല്ലോ വരുന്നത്. ക്ലൈമറ്റിൻ്റെ കാര്യത്തിൽ കാൽവരി മൗണ്ട് ഒട്ടും തന്നെ ഞങ്ങളെ നിരാശപ്പെടുത്തിയില്ല എന്ന് വേണം പറയാൻ. ഇത് റിസപ്ഷനാണ്. ഇത് അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളതും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതുമായ ഒരു റിസോർട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ഓരോരോ റൂമുകളിലേക്ക് ചെക്ക് ഇൻ ചെയ്തു. ഇവിടെ റൂമുകൾ 3500 മുതൽ അവൈലബിൾ ആണ്. ഇതിൽ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിട്ടാണ് തരുന്നത്. ഈ ഒരു റൂം പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന റൂമാണ്. ഇതിന് 4500 ആണ് ചാർജ് വരുന്നത്. ഇതിൽ GST ഇൻക്ലൂഡ് അല്ല കേട്ടോ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ റൂം. ഇത് അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളതും അതേസമയം ക്യൂട്ടായിട്ടുള്ളതുമായ റൂമായിരുന്നു. ഈ ഒരു റൂമിന് നല്ല സൂപ്പറായിട്ടുള്ള ഒരു ബാൽക്കണിയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല വൈഡായിട്ടുള്ള ഗ്ലാസ് വിൻഡോസൊക്കെ ഉള്ള ഒരു റൂമായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് വരുന്ന വ്യൂ ആണിത്. നിറയെ കോട കൊണ്ട് മൂടിക്കിടക്കുന്ന തേയിലത്തോട്ടം. അതൊക്കെ ആസ്വദിച്ച് നമുക്ക് ആ ഒരു ബാൽക്കണിയിൽ സ്പെൻഡ് ചെയ്യാം സമയം. പിന്നെ നമുക്ക് ആ വിൻഡോസിൽ നിന്ന് നോക്കിയാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ തന്നെ കിട്ടും. റൂമിൻ്റെ ഉള്ളിൽ നിന്നായാലും നല്ല ഒരു വ്യൂ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിപ്പോൾ ഞങ്ങളൊന്ന് ഫ്രഷായി വന്നതിന് ശേഷം ഞങ്ങൾ ഒരു ടീമായിട്ടാണല്ലോ വന്നത്. അപ്പോൾ ആ ഒരു ടീമിൽ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ്. ഇത് രാത്രിയാണ്, ഇതിപ്പോൾ DJ നടക്കുന്ന ടൈമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ടീമായിട്ടൊക്കെ വരുമ്പോൾ ഈ DJ ഒക്കെ ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാം. നല്ല രസമായിരിക്കും അതെല്ലാം. ഇതിപ്പോൾ മോർണിംഗ് ആണ്. മോർണിംഗൊക്കെ പറയാൻ വയ്യ ഗൈസ്, ഭയങ്കര നല്ല ക്ലൈമറ്റ് ആയിരുന്നു. നമ്മൾ ആക്ച്വലി നമ്മുടെ ഡെയിലി റൂട്ടിൽ നിന്നൊക്കെ മാറി 1-2 ദിവസം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പം ശരിക്കും അത് ഭയങ്കര റിലാക്സിങ് ആണ്. മോർണിംഗിൽ വേണമെങ്കിൽ നമുക്കൊരു നേച്ചർ വോക്കിനൊക്കെ പോകാം കേട്ടോ. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വരുമ്പോൾ, അതും ഇതുപോലുള്ള ഒരു അറ്റ്മോസ്ഫിയറൊക്കെ കിട്ടുമ്പോൾ
ഈ ഒരു നേച്ചർ വോക്ക് ആരും മിസ്സാക്കി കളയരുതേ. അത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. ഞങ്ങൾ ഏതായാലും എല്ലാവരും കൂടി ഒരു നേച്ചർ വോക്കിനൊക്കെ പോയി. ഇവിടെ ആക്ച്വലി കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ ഒരുപാട് ആളുകൾ വ്യൂസ് കാണാനായിട്ട് വരുന്ന ഒരു സ്ഥലമാണത്. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഈ റിസോർട്ടിൽ അതിനേക്കാൾ മനോഹരമായ വ്യൂസ് ലഭിക്കും. അപ്പോൾ ഞങ്ങളുടെ മോർണിംഗ് വോക്കൊക്കെ വിജയകരമായി പൂർത്തീകരിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. എല്ലാവർക്കും നല്ല കാര്യമായിട്ടുള്ള വിശപ്പുണ്ടായിരുന്നു. ഫുഡിൻ്റെ കാര്യം ഭയങ്കര അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. ഫുഡ് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു, പക്ഷേ ഉള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അല്പസമയം റെസ്റ്റ് ചെയ്തതിന് ശേഷം വേഗം തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. ഞങ്ങൾ റൈഡേഴ്സ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇനിയും കാണാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണാനും അവിടെ സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു. ആദ്യമായിട്ട് ഞങ്ങൾ പോയത് അഞ്ചുരുളി എന്ന സ്ഥലത്തേക്കാണ്. ഇവിടെ ഒരു ടണലുണ്ട്. ഒരു പടുകൂറ്റൻ ടണൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 5 കിലോമീറ്ററോളം ലെങ്ത്തും അതിനൊത്ത വിഡ്ത്തുമുണ്ട് ഇതിന്. നല്ല മഴയായതുകൊണ്ട് തന്നെ ഒത്തിരി അങ്ങ് എക്സ്പ്ലോർ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. എന്നാലും ബൈക്ക് റൈഡേഴ്സ് ആയതുകൊണ്ട് ഒരുവിധം വ്യൂ പോയിന്റിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റി. പിന്നെ ഇതിനടുത്തായിട്ട് ഒരു തൂക്കുപാലം വരുന്നുണ്ട്. അങ്ങോട്ടാണ് ഞങ്ങൾ നെക്സ്റ്റ് പോയത്. അവിടെ ഞങ്ങൾ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തു. അതും നല്ല രസമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു യാത്ര ഇവിടെ തീരുകയാണ്. വീണ്ടും നമുക്ക് മറ്റൊരു യാത്രാവിശേഷങ്ങളുമായി കാണാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.